ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ജൂലൈ 29 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില ഹെഡിങ്സ് ആണ്. ഫിഡെ വിമൻസ് വേൾഡ് കപ്പ് കരസ്ഥമാക്കിയ ദിവ്യ ദേശ്മുഖ്. മിക്കവാറും പത്രങ്ങളിലെ കവർ പേജ് എന്ന് പറയാൻ പറ്റും ദിവ്യ ദേശ്മുഖിന്റെ വിമൻസ് വേൾഡ് കപ്പിന്റെ വിജയം. മിക്കവാറും എല്ലാ പത്രങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഓപ്പറേഷൻ മഹാദേവ്. നാൽസ ആരംഭിച്ച പുതിയ ഒരു യോജന, വീർ പരിവാർ യോജന, ഇന്ത്യയുടെ തേജസ്വിൻ ശങ്കർ ഡെക്കാത്തലോണിലെ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു. റഷ്യ ഇറാൻ എന്ന രാജ്യത്തിന് വേണ്ടി വിക്ഷേപിച്ച പുതിയൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ദി പ്രസിഡന്റ് കൺഗ്രാറ്റുലേറ്റ് ബോത്ത് ഫൈനലിസ്റ്റ് ഓഫ് ദി ഫിഡെ വിമൻസ് വേൾഡ് കപ്പ് 2025. 2025 ഫിഡെ വനിതാ ലോകകപ്പിലെ ഫൈനലിസ്റ്റുകളായ ഇരുവരെയും പ്രസിഡന്റ് അഭിനന്ദിച്ചു. ഇന്നലെയായിരുന്നു ഫിഡെ വിമൻസ് വേൾഡ് കപ്പ് 2025 ഫൈനൽ മത്സരം. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫിഡെ വനിതാ ലോകകപ്പ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ദിവ്യ ദേശ്മുഖ്. ദിവ്യ ദേശ്മുഖ് ആണ് ഫിഡെ വനിതാ ലോകകപ്പ് നേടിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഒരു കപ്പ് നേടിയിട്ടുള്ള വ്യക്തിയാണ് 2002 വിശ്വനാഥ് ആനന്ദ്. അതേപോലെ തന്നെ വിമൻസിന്റെ വേൾഡ് കപ്പ് നേടുന്ന ആദ്യത്തെ വ്യക്തിയായിട്ട് മാറി ദിവ്യ ദേശ്മുഖ്. 2025 ജൂലൈ 28 ഫിഡെ വനിതാ ലോകകപ്പ് 2025 നേടിയത് ആരാണ്? ദിവ്യ ദേശ്മുഖ്. 2025 നടന്നിട്ടുള്ള വനിതാ ലോകകപ്പിൽ ദിവ്യ ദേശ്മുഖ് ആണ് ഈ ഒരു മത്സരത്തിൽ വിജയിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഒരു വനിത കൂടിയാണ് ഇന്ത്യയിലെ ദിവ്യ ദേശ്മുഖ് ഫിഡെ വനിതാ ലോകകപ്പ് നേടുന്ന വ്യക്തി. 2025 ഫിഡെ വനിതാ ലോകകപ്പിൽ റണ്ണറപ്പ് ആരാണ്? കൊനേരു ഹംപീം. കൊനേരു ഹംപീം ദിവ്യ ദേശ്മുഖ് തമ്മിലുള്ള മത്സരമായിരുന്നു. ആ മത്സരത്തിലാണ് കൊനേരു ഹംപിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദിവ്യ ദേശ്മുഖ് ലോകകപ്പ് കരസ്ഥമാക്കിയിട്ടുള്ളത്. 38 വയസ്സുള്ള കൊനേരു ഹംപീം 19 വയസ്സുള്ള ദിവ്യ ദേശ്മുഖ് തമ്മിലുള്ള മത്സരമായിരുന്നു ഫിഡെ വനിതാ ലോകകപ്പിന്റെ ഫൈനൽ മത്സരം. ഇതിലാണ് ദിവ്യ ദേശ്മുഖ് വിജയിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ 4ാമത്തെ വനിതാ ഗ്രാൻഡ് മാസ്റ്ററായി മാറിയത് ആരാണ്? ദിവ്യ ദേശ്മുഖ്. ഇന്ത്യയുടെ 4ാമത്തെ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ദിവ്യ ദേശ്മുഖ്. ഇന്ത്യയുടെ 88ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ദിവ്യ ദേശ്മുഖ്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ 88 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണുള്ളത്. ഇതിൽ 88ാമത്തത് ദിവ്യ ദേശ്മുഖ് ആണ്. അതുപോലെ തന്നെ 4ാമത്തെ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ദിവ്യ ദേശ്മുഖ്. 2025 ഫിഡെ വനിതാ ലോകകപ്പ് എവിടെയാണ് നടന്നത്? ബറ്റൂമി, ജോർജിയ. ജോർജിയ എന്ന രാജ്യത്തെ ഒരു സിറ്റിയാണ് ബറ്റൂമി. ബറ്റൂമിയിലാണ് 2025 ഫിഡെ വനിതാ ലോകകപ്പ് നടന്നിട്ടുള്ളത്. ഫൈനൽ മത്സരത്തിലാണ് ദിവ്യ ദേശ്മുഖും കൊനേരു ഹംപിയും തമ്മിൽ നടന്നിട്ടുള്ള മത്സരത്തിൽ വേൾഡ് കപ്പ് കരസ്ഥമാക്കിയിട്ടുള്ളത് ദിവ്യ ദേശ്മുഖ് ആണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ്, പഹൽഗാം അറ്റാക്ക് മാസ്റ്റർ മൈൻഡ് കിൽ ഇൻ ഓപ്പറേഷൻ മഹാദേവ്. പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരൻ ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ടു. ഇന്നലെയായിരുന്നു ഓപ്പറേഷൻ മഹാദേവ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂലൈ 28 ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ മഹാദേവ് നടത്തിയത് എവിടെയാണ്? ശ്രീനഗറിലെ ലിഡ്വാസ് പ്രദേശം. ശ്രീനഗറിലെ ഒരു പ്രദേശമാണ് ലിഡ്വാസ്. ഈ പ്രദേശം എന്ന് പറയുമ്പോൾ തന്നെ കൊടും കാടാണ്. ഇവിടെ വെച്ച് നടന്നിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ മഹാദേവ്. 3 ടെററിസ്റ്റ് ആണ് ഈ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 2025 ഏപ്രിൽ 22 നടന്നിട്ടുള്ള പഹൽഗാം അറ്റാക്കിൽ അതിൽ ഉണ്ടായിരുന്ന പ്രധാന സൂത്രധാരൻ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഓപ്പറേഷൻ മഹാദേവ് വളരെ ഒരു വിജയകരമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു. 3 ടെററിസ്റ്റ് ആണ് ഈ ഒരു ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. 2025 ജൂലൈ 28 ശ്രീനഗറിലെ ലിഡ്വാസ് പ്രദേശത്ത് നടന്ന ഓപ്പറേഷൻ മഹാദേവിൽ ആരൊക്കെ ഉൾപ്പെട്ടിരുന്നു? ജമ്മു കാശ്മീർ പോലീസും ഇന്ത്യൻ ആർമിയുടെ ചിനാർ കോപ്സും. ഇന്നലെ നടന്നിട്ടുള്ള ഏതാണ്ട് 11 മണിക്കായിരുന്നു ഒരു ഓപ്പറേഷൻ ആരംഭിച്ചത്. ലിഡ്വാസ് എന്ന പ്രദേശത്തുള്ള കൊടും കാടുകളിൽ ഉണ്ടായിരുന്ന ടെററിസ്റ്റ് ആയിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലാണ് 3 ടെററിസ്റ്റ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുള്ള ഇന്ത്യൻ ആർമിയുടെ ചിനാർ കോപ്സും അതുപോലെ തന്നെ JNKയുടെ പോലീസുമാണ്. ഈ ഒരു ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ മഹാദേവ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ്, വീർ പരിവാർ യോജന 2025 എ സ്കീം ഓപ്പൺഡ് ബൈ നാൽസ. നാൽസ ആരംഭിച്ച വീർ പരിവാർ യോജന 2025 പദ്ധതി. നാൽസ എന്നാൽ എന്താണ്? അതുപോലെ തന്നെ വീർ പരിവാർ യോജന ഇത് ആർക്ക് വേണ്ടിയാണ് ഈ ഒരു പുതിയൊരു സ്കീം ആരംഭിച്ചിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം.
വീർ പരിവാർ സഹായത് യോജന 2025 ജൂലൈ 26 ഏത് സംഘടനയാണ് ആരംഭിച്ചത്? ദേശീയ നിയമ സേവന അതോറിറ്റി, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയാണ് നൽസ. നൽസയാണ് ജൂലൈ 26 വീർ പരിവാർ സഹായത് യോജന ആരംഭിച്ചിട്ടുള്ളത്. പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നിയമസഹായം ശക്തിപ്പെടുത്തുന്നതിനായി 2025 ജൂലൈ 26 നൽസ ഏത് പദ്ധതിയാണ് ആരംഭിച്ചത്? വീർ പരിവാർ സഹായത് യോജന. അപ്പോൾ വീർ പരിവാർ സഹായത് യോജന അതിൻ്റെ എയിം എന്ന് പറയുമ്പോൾ ഡിഫൻസ് പേഴ്സണൽ അവരുടെ ഫാമിലീസിന് ലീഗൽ എയ്ഡ്, അതായത് നിയമസഹായം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ സ്കീം ആണ് ആരംഭിച്ചത്. ഇത് ആരംഭിച്ച സംഘടനയാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി, നൽസ. നൽസയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് നൽസയുടെ ചെയർമാൻ. നൽസ എന്ന ഓർഗനൈസേഷൻ ഇത് സുപ്രീം കോടതിയിലെ ആ ഒരു കോംപ്ലക്സിലാണ് നൽസയുടെ ഓഫീസ്. 1995 നവംബർ 9 സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് സൗജന്യം കഴിവുള്ളതുമായ നിയമ സേവനങ്ങൾ നൽകുന്നതിനായി ഏത് സംഘടനയാണ് രൂപീകരിച്ചത്? ദേശീയ നിയമ സേവന അതോറിറ്റി, നൽസ. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഇത് സ്ഥാപിതമായിട്ടുള്ളത് 1995 നവംബർ 9 ഇത് പ്രധാനമായിട്ടും പറയുമ്പോൾ ഒരു ഫ്രീ ലീഗൽ സർവീസ് നൽകുക, അതായത് വീക്കർ സെക്ഷനിലെ ദുർബലരായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കേണ്ട ഏറ്റവും ടോപ്പ് ലെവലിലെ ഒരു ലീഗൽ സർവീസ് നൽകുക എന്ന ലക്ഷ്യമാണ് നൽസയ്ക്കുള്ളത്, അതായത് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി. ഇത് ആരംഭിച്ചിട്ടുള്ളത് 1995 നവംബർ 9 നൽസയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കീം ആണിപ്പോൾ ഡിഫൻസ് പേഴ്സൺസ് ആൻഡ് ദർ ഫാമിലീസിന് ലീഗൽ എയ്ഡ്, അതായത് വീർ പരിവാർ സഹായത് യോജന. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് തേജസ്വിനി ശങ്കർ സെറ്റ്സ് ന്യൂ നാഷണൽ ഡെക്കത്തലോൺ റെക്കോർഡ് വിത്ത് 7826 പോയിന്റ്സ് ഇൻ പോളണ്ട്. പോളണ്ടിൽ 7826 പോയിന്റുകളുമായി തേജസ്വിൻ ശങ്കർ പുതിയ ദേശീയ ഡെക്കത്തലോൺ റെക്കോർഡ് സ്ഥാപിച്ചു. ഇന്ത്യയിലെ പ്രൊഫഷണൽ ഡെക്കത്തലോൺ താരമാണ് തേജസ്വിൻ ശങ്കർ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തേജസ്വിനി ശങ്കറിന്റെ റെക്കോർഡ് ആണ് 7826 പോയിന്റ്സ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂലൈ 28 പോളണ്ടിൽ 7826 പോയിന്റുകളുമായി പുതിയ ദേശീയ ഡെക്കത്തലോൺ റെക്കോർഡ് സ്ഥാപിച്ചത് ആരാണ്? തേജസ്വിൻ ശങ്കർ. ഇപ്പം ഡെക്കത്തലോൺ എന്ന് പറയുന്ന ഒരു ഈവന്റ്, ഈ ഈവന്റ് 10 ഈവന്റ്സ് അടങ്ങുന്ന ഒന്നാണ് ഡെക്കത്തലോൺ. ആ ഡെക്കത്തലോണിലാണ് 7826 പോയിന്റ് നേടിക്കൊണ്ട് തേജസ്വിൻ പുതിയൊരു നാഷണൽ റെക്കോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് റെക്കോർഡ് ആയിരുന്നു 7666, 7666. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 7826 പോയിന്റ്സ് ആണ് തേജസ്വിൻ ശങ്കറിന്റെ. അതൊരു നാഷണൽ റെക്കോർഡ് ആണ്. ഡെക്കത്തലോൺ 2 ഈവന്റ് ആയിട്ട് നടത്തുന്നത്, ഒന്ന് ഡേ 1 ഡേ 2. ഇതിൽ 10 ഈവന്റ്സ്, അതായത് ലോങ് ജമ്പ്, ഹൈ ജമ്പ്, പോൾ വോൾട്ട്, കൂടാതെ 100 മീറ്റേഴ്സ്, 400 മീറ്റേഴ്സ്, 110 മീറ്റേഴ്സ്, 1500 മീറ്റേഴ്സ്. ഓട്ട മത്സരമുണ്ട്, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, പോൾ വോൾട്ട്, കൂടാതെ ഷോട്ട് പുട്ട്, ഡിസ്കസ് ത്രോ, ജാവലിൻ ത്രോ എന്നിവ ഉൾപ്പെടുന്ന ഒന്നാണ് ഡെക്കത്തലോൺ എന്ന് പറയുന്ന ഒരു ഈവന്റ്. ഡേ 1 5 ഈവന്റും ഡേ 2 5 ഈവന്റ് അടങ്ങുന്ന ഒന്നാണ്. ഇതിന്റെ ടോട്ടൽ പോയിന്റ്സ് ആണിപ്പോൾ നേടിയിട്ടുള്ളത്. 7826 പോയിന്റ് ആയിട്ടാണ് തേജസ്വിൻ ശങ്കർ നാഷണൽ റെക്കോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. 2025 ജൂലൈ 28 പോളണ്ടിൽ നടന്ന വിസ്ലോ സാപ്പിയോസ്കി മെമ്മോറിയൽ 2025 അത്ലറ്റിക്സിൽ തേജസ്വിൻ ശങ്കറിന്റെ സ്ഥാനം എന്തായിരുന്നു? 4ാമത്. ഈ ഒരു മത്സരത്തിൽ 4ാമത്തെ സ്ഥാനത്തേക്കാണ് എത്തിയിട്ടുള്ളത്. എന്നാൽ നാഷണൽ റെക്കോർഡ് തകർത്ത വ്യക്തിയാണ് തേജസ്വിൻ ശങ്കർ 7826 പോയിന്റ്സ് നേടിക്കൊണ്ട്. ഇന്ത്യയിലെ പ്രൊഫഷണൽ ഡെക്കത്തലോൺ താരമാണ് തേജസ്വിൻ ശങ്കർ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്, റഷ്യ സക്സസ്ഫുള്ളി ലോഞ്ച്ഡ് ആൻ ഇറാനിയൻ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. റഷ്യ ഇറാനിയൻ ആശയവിനിമയ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂലൈ 25 റഷ്യ വിക്ഷേപിച്ച നഹീദ് 2 ഏത് രാജ്യത്തിന്റെ ആശയവിനിമയ ഉപഗ്രഹമാണ്? ഇറാൻ. ഇറാന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് നഹീദ് 2. ഇറാനിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള, തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ് ഇറാന്റെ നഹീദ് 2. ഇതാണ് ജൂലൈ 25 റഷ്യ വിക്ഷേപിച്ചിട്ടുള്ളത്. ഇറാനിയൻ ബഹിരാകാശ ഏജൻസിയുടെ തലവൻ ആരാണ്? ഹൊസൈൻ സലാരിയെ.
ഇറാന്റെ സ്പേസ് ഏജൻസിയാണ് ഇറാനിയൻ സ്പേസ് ഏജൻസി ISA. അതിൻ്റെ ഇപ്പോഴത്തെ ഹെഡ് ആണ് ഹൊസൈൻ സ്ലാറിയ. ഏറ്റവും പുതിയതും ആധുനികവുമായ ബഹിരാകാശ തുറമുഖമായ വോസ്റ്റോക്നി കോസ്മോഡ്രോം ഏത് രാജ്യത്താണ്? റഷ്യ. റഷ്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പുതിയ ലോഞ്ച് സ്റ്റേഷൻ ആണ് വോസ്റ്റോക്നി കോസ്മോഡ്രോം. ഇതിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നാഹിദ് 2 എന്ന കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഇറാന്റെ റഷ്യ വിക്ഷേപിച്ചിട്ടുള്ളത്. അതായത് ഏതാണ്ട് 500 കിലോമീറ്റർ മുകളിലുള്ള ഭ്രമണപഥത്തിലാണ് ഈ ഒരു സാറ്റലൈറ്റ് നാഹിദ് 2 അത് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഇറാന്റെ വിക്ഷേപിച്ചിട്ടുള്ളത്. നമ്മളിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേഡിസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.